ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന ചിറ്റ്കുൾ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജിലേക്കാണ്. ഞാനിവിടെ ഹിമാചലിൽ വന്നിട്ട് 4 months ആയി. അപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു വില്ലേജ് പോകാമെന്നുള്ളത്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു, കാരണം റോഡൊക്കെ കുറച്ച് ഡേഞ്ചറസ് ആണ്. നിങ്ങൾക്ക് കാണാൻ മുകളിൽ പാറകളൊക്കെ ആയിട്ട് ഇവിടുന്ന് പല ടൈമുമായിട്ട് പാറകളൊക്കെ വീഴാറുണ്ട് റോഡിലേക്ക്, അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. അങ്ങനെ നമ്മൾ ചിറ്റ്കുളിൽ എത്തിയിട്ട് ഫസ്റ്റ് തന്നെ ലഞ്ച് കഴിക്കാനാണ് പോയത്. ആ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു, നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് നേരെ പോയത് ബാസ്പ റിവറിലേക്കാണ്. ഈ ഒരു റിവറിലേക്കുള്ള വെള്ളം വരുന്നത് ഹിമാലയൻ ഗ്ലേസേഴ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുമാണ്, നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. ഞാനന്ന് ചെറുതായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കോഫിയൊക്കെ കുടിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു വില്ലേജിലുള്ള ഫേമസ് ആയിട്ടുള്ള ടെമ്പിളിലേക്കാണ്, മാത്തി ദേവി ടെമ്പിൾ. ഈ ഒരു ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 വർഷത്തെ പഴക്കമുള്ളൊരു ടെമ്പിളാണ്. ട്രഡീഷണൽ വുഡൻ ഹിമാലയൻ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഈ ഒരു ടെമ്പിൾ പണിതിട്ടുള്ളത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടെമ്പിളിൻ്റെ ഡോറ് തുറക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ്. നല്ല രസമായിരുന്നു ആ ഒരു വ്യൂ കാണാൻ. ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടെ വരെയുള്ള ആക്ച്വലി സിവിലിയൻസിന് അലൗഡ്. ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം. ഹസ്ബൻഡ് ആർമിയിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടുള്ളൊരു എൻട്രി കിട്ടിയത്. ചൈന ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത്. നാഗാസ്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വേറെ ആരും ഉണ്ടായിരുന്നില്ല റോഡിലൊക്കെ. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു അവിടെ എത്തിയപ്പോൾ കാണാനായിട്ട്. നമ്മൾ ചെന്ന ടൈമിൽ ഒരു ഫാമിലി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലൊരു ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എനിക്ക് ഈ ഒരു ട്രിപ്പിൽ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു ലൊക്കേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. സത്യം പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് തിരിച്ചു വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയും രസമായിരുന്നു ഈ ഒരു ലൊക്കേഷൻ കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഒരു ടിബറ്റൻ കഫേയിലേക്കാണ്. അവിടുന്ന് ഞാൻ തുക്ക എന്ന് പറഞ്ഞൊരു ഡിഷാണ് ഓർഡർ ചെയ്തത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു സൂപ്പി നൂഡിൽസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ.